കാശ്മീർ ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ: കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർ പാഞ്ചൽ എന്നിവയാണ് കാശ്മീർ ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. കാശ്മീർ ഹിമാലയത്തിൽ കാണപ്പെടുന്ന കളിമണ്ണിന്റെ കട്ടിയുള്ള നിക്ഷേപങ്ങളാണ് കരേവ എന്ന് പറയുന്നത്. അപ്പോൾ കാശ്മീർ ഹിമാലയത്തിൽ കാണപ്പെടുന്ന കളിമണ്ണിന്റെ കട്ടിയുള്ള നിക്ഷേപങ്ങളെ പറയുന്ന പേരാണ് കരേവ എന്ന് പറയുന്നത്. കുങ്കുമ കൃഷിക്ക് വളരെ ഉപയോഗപ്രദമായ കളിമണ്ണുമാണ് ഈ കരേവ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭജനം ഒന്ന് അറിഞ്ഞിരിക്കുക. ഹിമാലയത്തെ പ്രാദേശികമായി പഞ്ചാബ് ഹിമാലയം, കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, അസം ഹിമാലയം എന്നിങ്ങനെ 4ആയി തിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചുരങ്ങളെ പറ്റി നോക്കാം. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് ബോലാൻ ചുരം. അപ്പൊ ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ബോലാൻ ചുരമാണ്. കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരത്തെയാണ്. കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരം. സ്പിതി താഴ്വരയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുൻസും ചുരമാണ്. സ്പിതി താഴ്വരയുടെ കവാടം കുൻസും ചുരം. നൂബ്ര താഴ്വരയിലേക്കുള്ള കവാടം ഗാർതുങ്ല ചുരമാണ്. നൂബ്ര താഴ്വരയിലേക്കുള്ള കവാടമാണ് ഗാർതുങ്ല ചുരം. ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്നത് അസർഗഡ് ചുരത്തെയാണ്. അപ്പൊ ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്നത് അസർഗഡ് ചുരം. ചുരങ്ങളുടെ നാട് ലഡാക്കാണ്. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ 2 ലൈൻ ബൈ ഡയറക്ഷണൽ പാസ് നിലവിൽ വരുന്നത് സോജില ചുരത്തിലാണ്. അപ്പൊ ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടമാണ് ബോലാൻ ചുരം. കേരളത്തിലേക്കുള്ള കവാടം പാലക്കാട് ചുരം. സ്പിതി താഴ്വരയുടെ കവാടം കുൻസും ചുരം. നൂബ്ര താഴ്വരയിലേക്കുള്ള കവാടം ഗാർതുങ്ല ചുരം. ഡെക്കാനിലേക്കുള്ള താക്കോൽ അസർഗഡ് ചുരമാണ്. ചുരങ്ങളുടെ നാട് ലഡാക്ക്. ഉപദ്വീപീയ ഇന്ത്യയെയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സിലിഗുറി ഇടനാഴിയാണ്. അപ്പൊ സിലിഗുറി ഇടനാഴിയാണ് ഉപദ്വീപീയ ഇന്ത്യയെയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. തീൻബെഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. തീൻബെഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഇനി പ്രധാനപ്പെട്ട ചുരങ്ങളും അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളുമാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ക്ലാസ്സസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും. താങ്ക് യു.